ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും നോട്ട്സിന് റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിലീറ്റ് അറ്റ് ബിഗിനിങ്, ഡിലീറ്റ് അറ്റ് എൻഡ്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. അടുത്തത് പറയാനുള്ളത് ഡിലീഷൻ അറ്റ് മിഡിലാണ്. നമുക്ക് മിഡിലിൽ നിന്നും ഒരു നോഡിനെ റിമൂവ് ചെയ്യണം. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മിഡിലിൽ നിന്നും ഒരു നോഡിനെ റിമൂവ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ റിമൂവ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അതിന്റെ നോഡിന്റെ നമ്പർ പറയാം, രണ്ടാമത്തെ നോഡ് അതല്ലെങ്കിൽ മൂന്നാമത്തെ നോഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പൊസിഷൻ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് നോഡ്സിനെ റിമൂവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോഡിലെ ഡാറ്റ പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് 41, 42, 43 മൂന്ന് എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് പറയാം 42 എന്നുള്ള എലമെന്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പം രണ്ട് രീതിയിലും പൊസിഷൻ പറഞ്ഞിട്ടും അതല്ലെങ്കിൽ എലമെന്റ് പറഞ്ഞിട്ടും നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും നോഡ്സിനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എലമെന്റ് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം സെർച്ച് പഠിക്കണം. അപ്പോൾ സെർച്ച് ഇതിന് ശേഷമാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് സെർച്ച് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്യണം. 42 എന്നാണ് നമ്മൾ എലമെന്റ് പറയുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് 42 എന്നുള്ള എലമെന്റിനെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ സെർച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താണ് അതിനെ ഡിലീറ്റ് ചെയ്യണം. ആ ഒരു പൊസിഷൻ ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 3 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. 41, 42, 43 എന്ന് പറഞ്ഞിട്ട് 3 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താണ് 42 എന്നുള്ള നോഡിനെ റിമൂവ് ചെയ്യണം. 42 എന്നുള്ള നോഡിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് എന്താണ് 41 എന്നുള്ള നോഡിന്റെ ലിങ്ക് നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് 42ന്റെ അഡ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് 43യുടെ അഡ്രസ് ആക്കണം. 43യുടെ അഡ്രസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? 42ന്റെ അഡ്രസ് നിന്ന് കിട്ടും. ഇപ്പൊ 42 എന്നുള്ള നോഡിനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ 41 എന്നുള്ള നോഡിന്റെ അഡ്രസ്സിൽ എന്താണ് 42ന്റെ അഡ്രസ് ആണുള്ളത്. അത് അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് 43 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആക്കണം. 43 എന്നുള്ള നോഡിന്റെ അഡ്രസ് നമുക്ക് 42 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മിഡിലിൽ നിന്നും ഒരു നോഡിനെ റിമൂവ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മിഡിലിൽ നിന്നും ഒരു നോഡിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ദെൻ മെയിൻ എഴുതി. മെയിനിൽ എന്താണ് നോഡ് എന്നുള്ള സ്ട്രക്ചറിനെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്റ് ഫ്ലാഗ് നമ്മൾ എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ i = 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ i എന്തിനാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് മിഡിലിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ നോഡ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ നോഡ് വരെയാണ് നമുക്ക് പോവേണ്ടത്. അപ്പം അതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് i ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ദെൻ പൊസിഷൻ എന്ന് പറയുന്നത് പോസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് നമ്പർ യൂസർ എടുത്തുനിന്ന് റീഡ് ചെയ്യണം. നോഡ് പൊസിഷൻ അതൊക്കെ അതുകൊണ്ട് അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ എന്താണ് മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് വൈൽ ഫ്ലാഗ് വെച്ചിട്ട് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ആ ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യൂസറോട് എന്താണ് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ഇഫ് യെസ് ആൻഡ് അതർവൈസ് 0. വീണ്ടും നമുക്ക് എലമെന്റ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് 1 എൻ്റർ ചെയ്യുക അതല്ലെങ്കിൽ 0 എൻ്റർ ചെയ്യുക. 1 എൻ്റർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാം. 0 എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്താണ് ഫ്ലാഗ് = 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് യൂസർ 0 ആയിരിക്കും ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫ്ലാഗിൽ 0 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് അതിനെ ചേഞ്ച് ചെയ്യുന്നു. ഫ്ലാഗ് 1 കൊടുക്കുന്നു. എന്നിട്ട് കൊണ്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ ഒരു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഫ്ലാഗിന്റെ വാല്യൂ എന്താണ് 1 ആണ്. കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 നോഡ്സ് ഉള്ളത്. സ്റ്റാർട്ടിൽ നിന്നും 3ലേക്ക് 3, 5, 7, 9 അവസാനത്തെ നോഡ് 4 നോഡ്സ് ആണുള്ളത്. അപ്പോൾ വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്റെ നോഡ് നമ്പർ ടു ഡിലീറ്റ്. നമുക്ക് എന്താണ് മിഡിലിൽ നിന്നും ഒരു നോഡിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ആ നോഡിന്റെ നമ്പർ യൂസറോട് എൻ്റർ ചെയ്യാൻ പറയുന്നു. എൻ്റർ നോഡ് നമ്പർ ടു ഡിലീറ്റ്. ഫോർ എക്സാമ്പിൾ യൂസർ എൻ്റർ ചെയ്യുന്നത് 3 ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും മൂന്നാമത്തെ നോഡിനെ നമുക്ക് റിമൂവ് ചെയ്യണം. മൂന്നാമത്തെ നോഡ് എന്ന് പറയുമ്പോൾ 7 സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡാണ് തേർഡ് നോഡ് എന്ന് പറയുന്നത്. ഈ നോഡിന് നമുക്ക് എന്താണ് റിമൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം i = 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. i = 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം എന്താണ് p = സ്റ്റാർട്ട് എന്ന് കൊടുത്തു. പിയിലേക്ക് എന്താണ് സ്റ്റാർട്ട് അസൈൻ ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഓൾറെഡി 3ലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്
പി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇനി എന്തായിരിക്കും 3 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് സ്റ്റാർട്ടിലേക്ക് കൊടുത്തു. ദാറ്റ് മീൻസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാലും പി എന്ന് പറഞ്ഞാലും ഇപ്പോ 3യിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് കറന്റ് ഈക്വൽ ടു പി എന്ന് കൊടുത്തു. കറന്റ് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ എന്താണ് കറന്റിലേക്ക് നമ്മൾ പി അസൈൻ ചെയ്യുന്നു. അപ്പൊ കറന്റിലേക്ക് പി അസൈൻ ചെയ്യുമ്പോൾ പി എന്ന് പറയുന്നത് 3 എന്നുള്ള നോഡായതുകൊണ്ട് നെക്സ്റ്റ് കറന്റ് എന്ന് പറയുന്നതും 3 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. CUR. അപ്പൊ സ്റ്റാർട്ട്, പി, കറന്റ് ഈ 3 നോഡ്സും ഇപ്പോ കറന്റിലി എങ്ങോട്ടാണ് 3 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നു. അപ്പൊ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മിഡിലിൽ നിന്ന് നോഡിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ ജസ്റ്റ് മുമ്പിലുള്ള റോഡും അതിന്റെ നെക്സ്റ്റ് ശേഷമുള്ള റോഡും ആ 2 നോഡ്സിനെയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് റാൻഡംലി സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് അതിനെ ട്രാവേഴ്സ് ചെയ്ത് പോയതിനു ശേഷം മാത്രമേ നമുക്ക് എന്താണ് അതിന്റെ നോട്ട്സിന് അവൈലബിൾ ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ലൂപ്പിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് I less than pause ആണ്. I less than pause എന്ന് പറയുമ്പോൾ പോസിൽ എന്താണ് നമ്മൾ യൂസർ എൻ്റർ ചെയ്തിട്ടുള്ള 3 ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതായത് യൂസർ എന്റെ നമ്പർ ഡിലീറ്റ് എന്ന് പറഞ്ഞു. നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് നെക്സ്റ്റ് പോസിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. പോസ് ഈക്വൽ ടു 3 എന്നായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ വൈ ഐ ലെസ് ദാൻ പോസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്, പോസ് 3 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ് കറന്റ് ഈക്വൽ ടു പി എന്ന് കൊടുക്കുന്നു. അപ്പൊ കറന്റ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോ പി തന്നെയാണ്. കറന്റ് പിയും സെയിം തന്നെയാണ്. അപ്പൊ അത് അവിടെ തന്നെ നിൽക്കും. അതിനുശേഷം എന്താണ് പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുന്നു. പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോ ഏത് പിയിലാണോ ഉള്ളത് അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക്. അപ്പൊ പി എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡാണ്. 3 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത് 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണുള്ളത്. അപ്പൊ 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഇപ്പോ പിയിലേക്ക് നമ്മൾ എന്താണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് I++. I++ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 1 എന്നുള്ളത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് 2 ആയിട്ട് മാറും. വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിൽ പോകും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. I ലെസ് ദാൻ പോസ്. ഐയുടെ വാല്യൂ എന്താണ് 2 ആണ്. പോസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 2 ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ് കറന്റ് ഈക്വൽ ടു പി. കറന്റ് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ കറന്റ് എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡും പി എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡുമാണ്. അപ്പൊ നമ്മൾ എന്താണ് കറന്റിനെ ചേഞ്ച് ചെയ്യുന്നു. കറന്റും എന്താണ് നമ്മൾ പി ആക്കിയിട്ട് മാറ്റുന്നു. ഇപ്പോൾ കറന്റ് എന്ന് പറയുന്നതും പി എന്ന് പറയുന്നതും ഇപ്പൊ 5 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ്. അപ്പൊ പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇപ്പോ കറന്റിലി പി എവിടെയാണോ ഉള്ളത് അതിന്റെ നെക്സ്റ്റ് പാർട്ട്. പി എന്ന് പറയുന്നത് 5 എന്നുള്ള നോഡാണ്. 5 എന്നുള്ള നോഡിന്റെ അഡ്രസ്സിൽ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ 7 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും ഇനി പി എന്ന് പറയുന്നത് 7 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും I++, ഐയുടെ വാല്യൂ 3 ആകുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. I ലെസ് ദാൻ പോസ്. I ലെസ് ദാൻ പോസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 3 ആണ്, പോസും 3 ആണ്. അപ്പൊ 3 ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് സെൻട്രലിൽ നിന്നും നമ്മുടെ മിഡിലിൽ നിന്നും നമുക്ക് നമ്മുടെ ഒരു നോഡിനെ റിമൂവ് ചെയ്യാനുള്ള ഡിലീറ്റ് ചെയ്യാനുള്ള കോഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിലെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്നാണ്. അപ്പോ കറന്റ് ടു നെക്സ്റ്റ്, കറന്റ് എന്താണ് 5 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എന്താണ് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ എന്താണ് 7 എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് ഉണ്ട്. അപ്പൊ ആ മെമ്മറി അഡ്രസ്സിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യും. എന്നിട്ട് അവിടെ അസൈൻ ചെയ്യുന്നത് പി ടു നെക്സ്റ്റ് ആണ്. പി എന്ന് പറയുന്നത് എന്താണ് 7 എന്നുള്ള നോഡാണ്. 7 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ് നമ്മൾ അവിടെ അസൈൻ ചെയ്യുന്നത്. അപ്പൊ 7 എന്നുള്ള നോഡിന്റെ അഡ്രസ്സിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് 9 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും അവിടേക്ക് 5 എന്നുള്ള നോഡിൽ നിന്ന് നമ്മൾ എന്താണ് 7 എന്നുള്ള നോഡിന്റെ അഡ്രസ് ഫെച്ച് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഫ്രീ പി എന്ന് പറയുന്നു. ഫ്രീ പി എന്ന് പറയുമ്പോൾ എന്താണ് പി എന്നുള്ള നോഡിനെ നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നു. അതിന് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മെമ്മറി നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പൊ വൺസ് അഗൈൻ
വൈൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തതിനു ശേഷം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്നാണ്. അപ്പൊ കറന്റ് ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കറന്റ് എന്താണ് 5 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എന്താണ് അത് ചെയ്യുന്നു. അപ്പൊ അവിടെ ഓൾറെഡി എന്തായിരുന്നു 7 എന്നുള്ള നോഡിന്റെ അഡ്രസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് അവിടേക്ക് അസൈൻ ചെയ്യുന്നത് പി ടു നെക്സ്റ്റ് ആണ്. അപ്പൊ പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്നുള്ളത് എന്താണ് 7 എന്നുള്ള നോഡാണ്. അതിന്റെ മെമ്മറി അഡ്രസ്സിൽ എന്താണുള്ളത് 9 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണുള്ളത്. അപ്പൊ എന്തായിരിക്കും ആ 9 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആയിരിക്കും നമ്മൾ 5 എന്നുള്ള നോഡിന്റെ മെമ്മറി നെക്സ്റ്റ് പാർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് ഫ്രീ പി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീ പി എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു പി എന്നുള്ള നോഡിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരുന്ന മെമ്മറി നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇനി 3, 5, 9 എന്നായിരിക്കും നമ്മുടെ നോഡ് വരുന്നത്. അതിന് സെന്ററിൽ ഉണ്ടായിരുന്ന മൂന്നാമതായിട്ടുണ്ടായിരുന്ന 7 എന്നുള്ള നോഡിനെ നമ്മൾ എന്താണ് റിമൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും എന്താണ് യൂസർക്ക് നമ്മുടെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള മിഡിലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള നോഡ് ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ എന്താണ് ട്രാവേഴ്സ് ചെയ്യുന്നു. ട്രാവേഴ്സ് ചെയ്തതിനു ശേഷം ഡു യു വാണ്ട് ടു ഡിലീറ്റ് അഗൈൻ അറ്റ് മിഡിൽ ഇഫ് യെസ് എൻഡർ 1 അതർവൈസ് 0. അതായത് നമുക്ക് വീണ്ടും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ 0 എൻ്റർ ചെയ്യുക. ആ എൻ്റർ ചെയ്യുന്നത് എന്തായിരിക്കും ഫ്ലാഗിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ അസ്യൂം ചെയ്യുക യൂസർ എൻ്റർ ചെയ്യുന്നത് എന്താണ് 1 ആണെന്ന് വിചാരിക്കുക. വീണ്ടും മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഫ്ലാഗിൽ 1 ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ എന്തായിരിക്കും വൈൽ ലൂപ്പിൽ വരും. അപ്പൊ വൈൽ ലൂപ്പിൽ വരുമ്പോൾ എന്താണ് വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ വൈലിന്റെ വാല്യൂ ഫ്ലാഗിന്റെ വാല്യൂ എന്താണ് 1 ആണ്. അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പൊ യൂസർ വീണ്ടും എന്താണ് നമുക്ക് വീണ്ടും മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഡിലീറ്റ് ചെയ്യാനുള്ള നമ്പർ എന്റർ നോഡ് നമ്പർ ടു ഡിലീറ്റ് ചെയ്യേണ്ട നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പൊ അസ്യൂം ചെയ്യുക യൂസർ എൻ്റർ ചെയ്യുന്നത് 2 ആണെന്ന് വിചാരിക്കുക. 2 എന്നുള്ള നോഡിന് എന്താണ് രണ്ടാമത്തെ നോഡിന് നമുക്ക് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ യൂസർ ഇപ്പൊ എൻ്റർ ചെയ്തിട്ടുള്ള 2 എന്നുള്ളത് എന്താണ് പോസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ് I ഈക്വൽ ടു 1 എന്ന് അസൈൻ ചെയ്യുന്നു. ദെൻ P ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോ P ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഓൾറെഡി എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് 3 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ P ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പിയും സ്റ്റാർട്ടിലേക്ക് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് കറന്റ് ഈക്വൽ ടു പി എന്നാണ്. അപ്പൊ കറന്റ് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ എന്താണ് പി എന്ന് പറയുന്നത് 3 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ കറന്റ് എന്ന് പറയുന്നതും 3 എന്നുള്ള നോഡിലേക്ക് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് പി കറന്റ് ഈ 3 പോയിന്റേഴ്സും എന്താണ് 3 എന്നുള്ള നോഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു വൈൽ I ലെസ് ദാൻ പോസ്. അപ്പൊ I എന്നുള്ളത് എന്താണ് 1 ആണ്, പോസ് എന്നുള്ളത് 2 ആണ്. അപ്പൊ 1 ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ട്രൂ ആകുന്ന കേസിൽ എന്താണ് കറന്റ് ഈക്വൽ ടു പി എന്ന് കൊടുക്കുന്നു. അപ്പൊ കറന്റ് എന്ന് പറയുന്നത് എന്താണ് പി തന്നെയാണ്. 3 എന്നുള്ളതാണ് പി, അതുകൊണ്ട് തന്നെ കറന്റ് എന്താണ് 3 തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ തന്നെ എന്താണ് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ് പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ്. അപ്പൊ പി ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യുന്നു. എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇപ്പൊ പി എവിടെയാണ് ഉള്ളത് അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക്. അപ്പൊ പി എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡാണ്. 3 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണുള്ളത് 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ്. ആ 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആയിരിക്കും നമ്മൾ പിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പി എന്ന് പറയുന്ന നോഡ് ഇപ്പോ 5 എന്നുള്ള നോഡിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് I++. I++ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്താകും 2 ആകും. ദെൻ വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു I ലെസ് ദാൻ പോസ്. ഐയുടെ വാല്യൂ എന്താണ് 2 ആണ്, പോസ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് എന്തായിരിക്കും കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആകുന്ന കേസിൽ എന്താണ് നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിനു ശേഷം കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്നാണ് അസൈൻ ചെയ്യുന്നത്. അപ്പൊ കറന്റ് ടു നെക്സ്റ്റ് കറന്റ് എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡാണ്. ആ 3 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എന്താണ് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പൊ ഓൾറെഡി അവിടെ എന്താണ് 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് ഉണ്ട്. ആ 5 എന്നുള്ള നോഡിന്റെ അഡ്രസ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യും. എന്നിട്ട് അവിടേക്ക് അസൈൻ ചെയ്യുന്നത് പി ടു നെക്സ്റ്റ് ആണ്. അപ്പൊ പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്നുള്ളത് എന്താണ് 5 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് 9 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ്. കറന്റ് ടു നെക്സ്റ്റ് ഈക്വൽ ടു പി ടു നെക്സ്റ്റ് എന്നാണ്. കറന്റ് എന്ന് പറയുന്നത് എന്താണ് 3 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി 5 എന്നുള്ള നോഡിന്റെ മെമ്മറി അഡ്രസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് അവിടെ അസൈൻ ചെയ്യുന്നത് പി ടു നെക്സ്റ്റ് ആണ്. അപ്പൊ പി ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പി എന്നുള്ളത് എന്താണ് 5 എന്നുള്ള നോഡാണ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് അസൈൻ ചെയ്തിട്ടുള്ളത് 9 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആണ്. അപ്പൊ നമ്മൾ 9 എന്നുള്ള നോഡിന്റെ അഡ്രസ് ആയിരിക്കും 3 എന്നുള്ള നോഡിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് അസൈൻ ചെയ്യുന്നത്. ദെൻ അതിനുശേഷം എന്താണ് ഫ്രീ പി എന്ന് പറയുമ്പോൾ പി എന്നുള്ളത് എന്താണ് 5 എന്നുള്ള നോഡാണ്. അപ്പൊ നമ്മൾ എന്താണ് അതിനെ അവിടുന്ന്
ഡിലീറ്റ് ചെയ്യുന്നു മീൻസ് എന്താണ്, ആ 5 എന്നുള്ള നോഡിന് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ആ മെമ്മറി നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഫ്രീ പി കഴിഞ്ഞാൽ എന്താണ്, ഇനിയിപ്പോ നമ്മൾ നോക്കുക സ്റ്റാർട്ട് 3 എന്നുള്ള നോഡിൽ എന്താണ് നാൻ എന്നുള്ള നോഡിന്റെ അഡ്രസ് തന്നെയാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ നോഡായിട്ട് 5 എന്നുള്ളൊരു നോഡ് ഉണ്ടായിരുന്നു. ആ നോഡിന് നമ്മൾ എന്താണ് റിമൂവ് ചെയ്തു. ദെൻ ലിങ്ക്ഡ് ലിസ്റ്റിന് ട്രാവേഴ്സ് ചെയ്യുന്നു. അഗൈൻ എന്താണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 1 എൻ്റർ ചെയ്യാൻ പറയുന്നു, അതല്ലെങ്കിൽ 0 എൻ്റർ ചെയ്യാൻ പറയുന്നു. അസ്യൂം ചെയ്യുക യൂസർ എൻ്റർ ചെയ്യുന്നത് 0 ആണെന്ന് വിചാരിക്കുക. 0 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഫ്ലാഗിന് 0 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പൊ വൈൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഫാൾസ് ആകുന്ന കേസിൽ നമ്മൾ പ്രോഗ്രാമിന് റിട്ടേൺ ചെയ്യുന്നു. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മിഡിലിൽ നിന്നും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ബിഗിനിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡിലീറ്റ് ദ നോഡ് ഫ്രം middle of a linked list. Okay, run enter data. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഡാറ്റ ഉണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. 3 കൊടുത്തു. വീണ്ടും ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത് കൊണ്ട് 1 5 7. അപ്പൊ 4 നോഡ്സ് ഉള്ള ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എലമെന്റ്സ് എന്ന് പറയുന്നത് 3 7 5 3. അപ്പം ആദ്യത്തെ എലമെന്റ് 9, സെക്കൻഡ് എലമെന്റ് 7, തേർഡ് എലമെന്റ് 5, ഫോർത്ത് എലമെന്റ് 3. അപ്പൊ നമുക്ക് എന്താണ് ഇനിയും ലിങ്ക് ലിസ്റ്റിലേക്ക് വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് 0 എൻ്റർ ചെയ്തു. എന്റെ നമ്പർ ടു ഡിലീറ്റ്, നോഡ് നമ്പർ ടു ഡിലീറ്റ്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന്റെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അതും ചെയ്യാൻ ഞാൻ എൻ്റർ ചെയ്തിട്ട് എന്താണ് 3 ആണ്. അപ്പൊ മൂന്നാമത്തെ നോഡ് എന്ന് പറയുന്നത് എന്താണ് 5 ആണ്. ആ 5നെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ ഇനി 9 7 3 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. വീണ്ടും മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. 1 കൊടുത്തു. നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്യണം. നോഡ് നമ്പർ ടു ഡിലീറ്റ് 2 എന്ന് കൊടുത്തു. രണ്ടാമത്തെ നോഡ് എന്ന് പറയുന്നത് എന്താണ് 7 ആണ്. അപ്പൊ 7 ഡിലീറ്റ് ചെയ്തു. 9 3. then വീണ്ടും ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നിടത്ത് 0 എൻ്റർ ചെയ്യുന്നു. നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് മിഡിലിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ട്രാവേഴ്സ് ചെയ്യുക. അപ് ടു എവിടെ വരെ നമ്മൾ പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ പൊസിഷൻ വരെ നമ്മൾ എന്താണ് ലിങ്ക് ലിസ്റ്റിനെ ട്രാവേഴ്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 4ാമത്തെ നോഡിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റർ നമ്മൾ 4th നോഡിലും വെക്കും, ഒരു പോയിന്റർ നമ്മൾ 3rd നോഡിലും വെക്കും. അപ്പൊ പി എന്നുള്ളത് 4th നോഡിലും ദെൻ കറന്റ് എന്ന് പറഞ്ഞിട്ടൊരു നോഡ് ഒരു പോയിന്റർ എന്താണ് 3rd നോഡിലും. അപ്പൊ നമുക്ക് 2 നോഡ്സിനെയും ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് കറന്റ് നോഡിന്റെ നെക്സ്റ്റ് പാർട്ട് പിയുടെ നെക്സ്റ്റ് പാർട്ട് ആക്കിയിട്ട് മാറ്റുന്നു. ദെൻ ഫ്രീ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റിന്റെ മിഡിലിൽ നിന്നും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നത്.